നമസ്കാരം. വീണ്ടും ഒരു മഴക്കാലം എത്തിയിരിക്കുകയാണ്. മഴ തുടങ്ങുമ്പോൾ കേരളത്തിൽ സ്വാഭാവികമായിട്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളിലെ ഒരു പ്രധാന ചർച്ച മുല്ലപ്പെരിയാർ ഡാമാണ്. മുല്ലപ്പെരിയാർ ഡാമിനെ ജലനിരപ്പ് ഉയരുമ്പോൾ ഇടുക്കിയിലും സമീപത്തുള്ള എല്ലാ ആളുകളുടെയും ടെൻഷൻ ഒന്ന് വർദ്ധിക്കും. അതിന്റെ കാരണം മുല്ലപ്പെരിയാർ ഡാമിന്റെ പഴക്കമാണ്. 100 വർഷങ്ങൾക്ക് മുമ്പ് രാജഭരണകാലത്ത് മദ്രാസ് സർക്കാരുമായി ബന്ധപ്പെട്ട ആളുകൾ കെട്ടിയുണ്ടാക്കിയ ആ ഡാമിന്റെ പഴക്കം അതിനെ ഡാമേജ് ഉണ്ടാക്കുമോ എന്നതാണ് കാതലായ ചോദ്യം. ആ കാലപ്പഴക്കം ഡാം പൊട്ടാൻ ഇടയാക്കുമെന്നൊരു അഭിപ്രായമാണ് കേരളത്തിൽ എല്ലാവർക്കും ഉള്ളത്. എന്നാൽ അതിന് എതിരായ അഭിപ്രായമാണ് ആ ഡാം നിർമ്മിച്ച് തമിഴ്നാട്ടിലെ ആളുകൾക്കുള്ളത്. ആ ഡാം ഒരു കാരണവശാലും പൊട്ടില്ല എന്നാണ് അവർ പറയുക. ഇതേ ശൈലിയിൽ ലോകത്തെ എല്ലായിടത്തും പഴയ ഡാമുകളെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കാറുണ്ട്. ഇത്തരണത്തിൽ എന്റെ ശ്രദ്ധയിൽ വന്ന ഒരു ഡാം, ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അത് ഇവിടെയാണെന്ന് വിളിച്ചു പറയുന്ന സ്വിറ്റ്സർലൻഡിലാണ്. മഞ്ഞുറഞ്ഞു കിടക്കുന്ന ആ പർവ്വതനിരകളിൽ ഒരു നിമിഷമെങ്കിലും തങ്ങാൻ ആഗ്രഹിക്കാത്ത ഒരു മനുഷ്യൻ ഭൂമിയിൽ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. ആ സ്വിറ്റ്സർലൻഡിൽ ശരിക്കും മഞ്ഞ് ഒഴുകി നടക്കുന്ന ഒരു ഭാഗത്ത് 1927-നും 32-നും ഇടയിൽ ഒരു ഡാം നിർമ്മിക്കപ്പെടുകയുണ്ടായി. 2 മലകളെ കണക്ട് ചെയ്തുകൊണ്ട് നിർമ്മിച്ച ആ ഡാമിനെ നമ്മൾ ആർച്ച് ഡാം എന്നാണ് വിളിച്ചത്. ഇതുപോലെ മഞ്ഞ് ശരിക്കും നിറഞ്ഞു നിൽക്കുന്ന സ്വിറ്റ്സർലൻഡിലെ ഈ സ്ഥലം എന്ന് പറയുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 2000 മീറ്റർ മുകളിലാണ്. ഇവിടെയാണ് ഒരു ഡാം നിർമ്മിക്കാനായിട്ട് 1920-കളിൽ സ്വിറ്റ്സർലൻഡ് ആഗ്രഹിക്കുന്നത്. ആ ആഗ്രഹം ഏതാണ്ട് പൂവണിയുന്നത് 27-നോട് അടുപ്പിച്ചാണ്. 5 കൊല്ലക്കാലം ആയിരക്കണക്കിന് ജീവനക്കാർ നിരന്തരമായ പരിശ്രമം, അതിന്റെ എൻഡിൽ അവിടെ ഒരു ഡാം ഉണ്ടായി. ഈ മലകളെ കണക്ട് ചെയ്തുകൊണ്ട് ആർച്ച് രൂപത്തിലാണ് ഒരു ഡാം അന്ന് കെട്ടിയുണ്ടാക്കിയത്. ഈ ശൈലിയിൽ ഒരു ആർച്ച് ഡാം. ആർച്ച് ഡാമുകൾ ശരിക്കും രസകരമായ ഒരു നിർമ്മിതിയാണ്. 2 മലകളിലായി കണക്ട് ചെയ്യപ്പെടുന്ന ആ ഡാം ഏതാണ്ട് വളഞ്ഞു നിൽക്കുക. അങ്ങനെ വളച്ച് ഒരു ഡാം നിർമ്മിക്കുമ്പോൾ ആ ഡാം നിർമ്മിക്കുന്നതിന്റെ ഫലമായിട്ട് സംഭരിക്കപ്പെടുന്ന ആ വെള്ളം ആ ഡാമിന്റെ വാളിലേക്ക് കൊടുക്കുന്ന ബലം ഡാമിന്റെ വാളിൽ മാത്രമല്ല മലകളിൽ കൂടി അനുഭവപ്പെടും. എന്ന് പറഞ്ഞാൽ വാളിൽ അനുഭവപ്പെടുന്ന ബലം വാളിൽ നിന്ന് മലകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടുന്നതാണ്. അതാണ് ആർച്ച് ഡാമിന്റെ ഏറ്റവും വലിയ മെച്ചം എന്ന് പറയുന്നത്. നമ്മുടെ ഇടുക്കിയിലെ ഡാം അങ്ങനെ നിർമ്മിക്കപ്പെട്ട ഒന്നാണ്. കുറവനും കുറത്തി എന്നുള്ള 2 മലകളെ കണക്ട് ചെയ്തുകൊണ്ടാണല്ലോ അവിടെ ഡാം നിർമ്മിച്ചിരിക്കുന്നത്. അതേ ശൈലിയിലാണ് 27-നും 32-നും ഇടയിൽ സ്വിറ്റ്സർലൻഡിൽ അത്തരത്തിലൊരു ഡാം നിർമ്മിക്കപ്പെട്ടത്. ഇതിനു ശേഷമാണ് അമേരിക്കയിലെ ഹൂവർ ഡാം നിർമ്മിക്കപ്പെടുന്നത്. എന്തായാലും ആ ഡാം നിർമ്മിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു വലിയ തടാകമുണ്ടായി. ആ തടാകം കാണാനും ആ തടാകത്തിൽ റിക്രിയേഷൻ ആക്ടിവിറ്റീസിൽ ഏർപ്പെടാനുമായി ടൂറിസ്റ്റുകൾ ഒരുപാട് അങ്ങോട്ട് ഒഴുകി വന്നു. പക്ഷേ ഈ ടൂറിസ്റ്റുകളെ ലക്ഷ്യമിട്ടുകൊണ്ടല്ല യഥാർത്ഥത്തിൽ അവിടെ ഒരു ഡാം പണിതത്. ഡാമിന്റെ ലക്ഷ്യം ഹൈഡ്രോ ഇലക്ട്രിക് പവറാണ്. വെള്ളം ഉപയോഗിച്ച് വൈദ്യുതി ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു ആ ഡാമിന്റെ നിർമ്മാണ സമയത്ത് സ്വിറ്റ്സർലൻഡിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഈ ലക്ഷ്യത്തിന് വേണ്ടി ഡാമിന്റെ ഏകദേശം അടിയിലായി, അതായത് 100 അടി താഴെയാണ് അവർ ഒരു പവർ ഹൗസ് നിർമ്മിച്ചത്. ആ കൂറ്റൻ പവർ ഹൗസിനോട് അനുബന്ധിച്ച് മറ്റൊരു തടാകവും നിർമ്മിച്ചിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ 2 തടാകം, മുകളിലൊരു തടാകം, താഴെ ഒരു തടാകം. മുകളിലത്തെ തടാകത്തിൽ നിന്ന് വെള്ളം താഴേക്ക് വീഴ്ത്തുമ്പോൾ ജനറേറ്ററിന്റെ മുകളിലേക്ക് വീണാൽ നമുക്കറിയാം ജനറേറ്റർ പതുക്കെ കറങ്ങി തുടങ്ങുന്നു. നമ്മുടെ ഇടുക്കി ഡാമിലെ വെള്ളം മൂലമറ്റത്തേക്ക് പമ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ട് ആ പൈപ്പിൽ നിന്ന് താഴേക്ക് ജനറേറ്ററിന് മുകളിലേക്ക് വീഴുന്ന ഒരു രസകരമായ കാഴ്ചയുണ്ട്. ആ ശൈലിയിൽ ഇവിടെ 21 ജനറേറ്ററുകളാണ് വർക്ക് ചെയ്യുന്നത്. ആ 21 ജനറേറ്ററുകളിലായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വൈദ്യുതിയാണ് സ്വിറ്റ്സർലൻഡിലെ ഒട്ടുമുക്കാൽ ആവശ്യങ്ങൾക്കും ഉപയോഗിക്കപ്പെടുന്നത്. അവിടെ ഒരുപാട് വൈദ്യുത നിലയങ്ങൾ ഉണ്ടെങ്കിലും ഹൈഡ്രോ ഇലക്ട്രിക് പവറുമായി കണക്ട് ചെയ്ത് ആലോചിക്കുമ്പോൾ അവിടുത്തെ ഏറ്റവും വലിയ വൈദ്യുത നിലയങ്ങളിൽ ഒന്നാണ് ജമീസൽ തടാകവുമായി കണക്ട് ചെയ്തുള്ള വൈദ്യുത നിലയം എന്ന് പറയുന്നത്. ഏറ്റവും രസകരമായ കേസ് ഇതൊന്നുമല്ല. വൈദ്യുതിയുടെ ആവശ്യം കുറഞ്ഞു നിൽക്കുന്ന സമയത്ത് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഇവർ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ പമ്പ് ഹൗസിനോട് അനുബന്ധിച്ച് സ്ഥാപിച്ചിരിക്കുന്ന 5 കൂറ്റൻ പമ്പുകൾ മുകളിൽ നിന്ന് താഴേക്ക് വന്ന ആ വെള്ളത്തെ പമ്പ് ചെയ്ത് വീണ്ടും ഈ തടാകത്തിലേക്ക് കയറ്റും. ഒരു റിവേഴ്സ് മെക്കാനിസം എന്ന് പറയുമ്പോൾ മുകളിലത്തെ തടാകത്തിലേക്ക് വീണ്ടും വെള്ളം എത്തുന്നതാണ്. ആ തടാകത്തിലെ വെള്ളം താഴെ ജനറേറ്ററിന് മുകളിലേക്ക് വീണ് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞിട്ട് ആ വെള്ളം ഒരു തടാകത്തിലേക്ക് വരുമ്പോൾ അവിടെ നിന്ന് പമ്പ് വഴി വീണ്ടും മുകളിലേക്ക് പമ്പ് ചെയ്യാണ്. ഇങ്ങനെ ഒരു സർക്കിളായിട്ട് വെള്ളം പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ് അവിടെ നടക്കുന്നത്. സ്വാഭാവികമായിട്ടും വൈദ്യുത ഉൽപാദനം അതീവ ഭംഗിയായി മുന്നോട്ട് പോകുമ്പോഴാണ് മുല്ലപ്പെരിയാറിലെ വിഷയം പോലെ ഒരു വിഷയം അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഡാം 114 അടി പൊക്കമുള്ള ഡാമാണ്. ഈ ഡാമിന്റെ ഒത്ത നടുക്ക് മുകളിൽ നിന്ന് താഴറ്റം വരെ നീളത്തക്ക രീതിയിൽ ഒരു വിള്ളലാണ് ആ ഡാമിൽ ആദ്യം കാണുന്നത്. അങ്ങനെ ആ വിള്ളൽ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കറിയാം അതൊരു അപകടം വിളിച്ചു വരുത്തുന്നു. ശരിക്കും ആ ഡാമിൽ മുകളിൽ നിന്ന് താഴേക്ക് മാത്രമല്ല ആ വിള്ളലുള്ളത്, ഹൊറിസോണ്ടലായിട്ടും വശങ്ങളിലേക്കും വിള്ളലുണ്ട്. മുല്ലപ്പെരിയാർ ഡാമിൽ നമ്മൾ കാണുന്ന അതേ ശൈലിയിൽ
മുകളിൽ നിന്ന് താഴേക്കും വശങ്ങളിലേക്കും വിള്ളൽ ഉണ്ടാവുകയാണ്. ഈ വിള്ളൽ അങ്ങനെ തുടർന്നാൽ ആ വിള്ളൽ വലുതാകാനും ഡാം പൊട്ടാനും സാധ്യതയുണ്ട്. അങ്ങനെ ഡാം പൊട്ടുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും മലയുടെ മുകളിൽ തടുത്ത് നിർത്തിയിരിക്കുന്ന വെള്ളമായതുകൊണ്ട് അതിശക്തമായി താഴേക്ക് കുത്തി ഒലിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ കുത്തി ഒലിച്ചാൽ താഴേക്കുള്ള ആ ഒഴുക്ക് സ്വാഭാവികമായിട്ടും വൻ ദുരന്തം ഉണ്ടാക്കും. അങ്ങനെ അവർ കരുതാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. സ്വിറ്റ്സർലൻഡിൽ എല്ലാ വർഷം ഒത്തിരിയേറെ തവണ ചെറിയ തോതിൽ ഭൂകമ്പം ഉണ്ടാകാറുണ്ട്. ഭൂമി വെറുതെ ഒന്ന് വിറയ്ക്കും. ഇത്രയും മുകളിൽ വൻതോതിൽ വെള്ളം ശേഖരിച്ചിരിക്കുന്ന ഡാമിന്റെ ഭാഗത്തും ചെറിയ തോതിലുള്ള ഭൂമി കുലുക്കങ്ങൾ ഉണ്ടാകാറുണ്ട്. ചെറിയ തോതിൽ ഭൂമി ഒന്ന് കുലുങ്ങിയാൽ സ്വാഭാവികമായിട്ടും അതൊരു ഭൂമി കുലുക്കമായി രേഖപ്പെടുത്തി വെക്കുമെന്നല്ലാതെ ടെൻഷൻ അടിക്കത്തക്ക കുലുക്കമായി ആരും കരുതാറില്ല. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് 1991 ഒരു കുലുക്കം ഉണ്ടായത്. അത് ഒരു വല്ലാത്ത കുലുക്കമായിരുന്നു. ആ ശൈലിയിൽ ഇനി ഒരു കുലുക്കം കൂടി ഉണ്ടായാൽ ആ ഡാമിന് ചിലപ്പോൾ അത് താങ്ങാൻ പറ്റില്ല എന്നൊരു സംശയം വിദഗ്ധർക്ക് ഉണ്ടാകുന്ന ആ നിമിഷം മുതലാണ്. ആ സംശയം അവർക്ക് ഉണ്ടാകുമ്പോൾ തന്നെ മറ്റൊരു വലിയൊരു വിഷയം കൂടി അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. ആ വിഷയം രൂപപ്പെട്ടത് ഡാമിനകത്താണ്. നമ്മുടെ അരുവിക്കര ഡാമിലും ഇടുക്കി ഡാമിലും നെയ്യാർ ഡാമിലും മലമ്പുഴയിലേക്കുള്ള അതേ വിഷയം തന്നെയാണ്. ഇഷ്ടംപോലെ ചെളിയും മണ്ണും ഡാമിനകത്ത് അടിഞ്ഞുകൂടും. ഡാമിന്റെ സംഭരണ ശേഷിയെ വൻതോതിൽ കുറയ്ക്കുന്ന ശൈലിയിൽ പലതും വന്ന് അടിയുന്നത് സ്വാഭാവികമാണ്. ഇവിടെയും അടിഞ്ഞുകൂടൽ ഒരു വിഷയമായി മാറി. ഡാമിന്റെ ആ കോൺക്രീറ്റ് ഭിത്തിയോട് അടുപ്പിച്ച് വൻതോതിൽ ചെളിയും മണ്ണും അടിഞ്ഞപ്പോൾ വെള്ളം സുഗമമായി പമ്പ് ചെയ്ത് പോകാൻ പറ്റാത്ത ശൈലിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നതാണ് അവർ കണ്ടത്. ആ അടിഞ്ഞുകൂടൽ പ്രക്രിയ തുടർന്നുകൊണ്ട് വന്നാൽ അത് ഡാമിന്റെ മുകളിൽ കൂടി വെള്ളം ഒഴുകുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിക്കും. അങ്ങനെ ഒരു സാധ്യതയെക്കുറിച്ച് ആലോചിച്ചപ്പോൾ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചുള്ള ചർച്ചയായി. സ്വാഭാവികമായും ഇവിടെ തമിഴ്നാടും കേരളവും ചർച്ച ചെയ്ത അതേ ശൈലിയിൽ അവിടെ ജമീസൽ ഡാമുമായി ബന്ധിപ്പിച്ച ആളുകൾ ചർച്ച ആരംഭിച്ചു. വാട്ട് ഇസ് നെക്സ്റ്റ്? ഡാം പൊളിച്ചു കളയണമോ, അതോ ഡാമിനെ പുതുക്കി പണിയണമോ, അതോ ഡാമിൽ അത്യാവശ്യം പേച്ച് വർക്കൊക്കെ ചെയ്യണമോ? 1927 ഉണ്ടായിരുന്ന ടെക്നോളജി ഉപയോഗിച്ചാണ് ഡാം നിർമ്മിച്ചിരിക്കുന്നത്. അന്നത്തെ ടെക്നോളജിയേക്കാൾ ഇപ്പൊ നമ്മൾ ഒരുപാട് വളർന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ ടെക്നോളജി ഉപയോഗിച്ച് ഡാമിനെ ഒന്ന് പുഷ്ടിപ്പെടുത്തിയാൽ എന്തെന്ന ചിന്തയാണ് സ്വാഭാവികമായിട്ടും എല്ലാവരുടെ മനസ്സിലേക്ക് വന്നത്. ഡാമിന്റെ മറുഭാഗത്ത് ഒരു കോൺക്രീറ്റ് കൂടി ചേർച്ച് പിടിപ്പിച്ചാലോ എന്നതാണ് ആദ്യത്തെ ചിന്ത. പക്ഷെ അതൊന്നും ഫലത്തിൽ പെടില്ല എന്ന് പെട്ടെന്ന് തന്നെ വിദഗ്ധർ ഉത്തരം കണ്ടെത്തി. ഒരു തരത്തിലുള്ള മേക്കപ്പ് കൊണ്ടും ഡാം സുരക്ഷിതമായി നിർത്താൻ പറ്റില്ല. പക്ഷെ തമിഴ്നാട് നമ്മളോട് പറയുന്ന അങ്ങനെയല്ല. ഇഷ്ടംപോലെ മേക്കപ്പ് ഇടാൻ പറ്റുമെന്നാണ്. മുല്ലപ്പെരിയാറിൽ അവർ സ്ഥിരമായി മേക്കപ്പ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഉണ്ടാകുന്ന പൊട്ടലൊക്കെ കൂടെ സിമന്റ് വെച്ച് അടച്ച് അവർ വൃത്തിയാക്കി വെക്കും. അതായത് നമ്മുടെ നടന്മാരുടെയൊക്കെ മുഖത്ത് ശരിക്കും കുത്തലേക്ക് വരും. പുട്ടിയൊക്കെ ഇട്ട് നല്ല ഭംഗിയാക്കി വെച്ച് നടന്മാരെ സ്ക്രീനിൽ കൊണ്ടുവരില്ലേ, അതുപോലെ പുട്ടിയിടുന്ന പ്രക്രിയ അവിടെ മുല്ലപ്പെരിയാറിൽ തമിഴ്നാട് കൂടെ ചെയ്യാറുണ്ട്. അതേപോലെ പുട്ടിയിടുന്ന ഒരു പ്രക്രിയ ഇവിടെ ഈ ഡാമിലും ചെയ്യുന്നതിനെ കുറിച്ചാണ് വിദഗ്ധന്മാരുടെ ചിന്ത ആദ്യം വന്നത്. പക്ഷെ ഉടൻ തന്നെ അതിന് മറുപടി ഉണ്ടായി. അങ്ങനെ പുട്ടിയിട്ടത് കൊണ്ടോ കോൺക്രീറ്റ് കൊണ്ട് അടച്ചത് കൊണ്ടോ ഡാമിന്റെ ചോർച്ചയൊന്നും ഇല്ലാതാകത്തില്ല. പിന്നെയുള്ള ഏക പരിഹാരം പുതിയ ഡാം നിർമ്മിക്കുക എന്നുള്ളതാണ്. പറയുമ്പോൾ വളരെ സിമ്പിൾ ആണ്. ഒരു പുതിയ ഡാം അങ്ങ് നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ കേൾക്കുമ്പോൾ എളുപ്പമായി തോന്നുമെങ്കിലും അതത്ര എളുപ്പമല്ല എന്നതാണ് സത്യം. പ്രത്യേകിച്ച് ഈ ഡാം നിർമ്മിച്ചിരിക്കുന്ന ജമീസൽ മേഖലയിൽ അത് തികച്ചും ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ്. കാരണം ഈ ജമീസൽ മേഖല എന്ന് പറയുന്നത് 6 മാസക്കാലം മനുഷ്യന് സഞ്ചരിക്കാൻ പറ്റാത്ത, താമസിക്കാൻ പറ്റാത്ത ഒരു ഏരിയയാണ്. പൂർണ്ണമായും മഞ്ഞെന്ന് പറഞ്ഞാൽ 3 മീറ്റർ പൊക്കത്തിലാണ് അവിടെ ആ സമയത്ത് മഞ്ഞടിയുക. അവിടെ ഒരു മനുഷ്യനും താമസിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ആ സമയത്ത് അവിടെ ഒരു നിർമ്മാണ പ്രവർത്തനവും നടക്കില്ലെന്ന് അറിയാം. എന്ന് പറഞ്ഞാൽ വർഷത്തിൽ 6 മാസം, അതായത് മെയ് മുതൽ ഒക്ടോബർ അവസാനം വരെ മാത്രമേ അവിടെ എന്തെങ്കിലും നിർമ്മാണ പ്രവർത്തനം നടക്കാൻ പറ്റൂ. ആ സമയം ഉപയോഗിച്ചുകൊണ്ട് ഒരു ഡാം നിർമ്മിക്കണം. അപ്പോ ഡാം നിർമ്മിക്കുന്നതിനെ കുറിച്ചുള്ള ആലോചന ആരംഭിച്ചപ്പോഴേ ഈ പ്രശ്നം അവർ ചർച്ചയ്ക്കെടുത്തു. വർഷത്തിൽ 6 മാസം മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. ഇനിയാണ് രണ്ടാമത്തെ വിഷയം. ഇത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഭൂമിയിൽ നിന്ന് ഏകദേശം 2000 മീറ്റർ മുകളിലാണ്. അത്രയും പൊക്കത്തുള്ള ഒരു സ്ഥലത്ത് അവിടെ നിർമ്മിക്കാൻ ആവശ്യമായ നിർമ്മാണ സാധനങ്ങൾ എത്തിക്കുക എന്ന് പറഞ്ഞാൽ അതും ലേശം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. തൊട്ടടുത്ത ടൗൺ എന്ന് പറയുന്നത് ഏകദേശം 80 കിലോമീറ്റർ ദൂരെയാണ്. അത്രയും ദൂരത്ത് നിന്ന് സാധനങ്ങൾ അവിടെ എത്തിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഹെർക്കൂലിയൻ ടാസ്ക് ആണ്. ഹെർക്കൂലിയൻ ടാസ്ക് അത് മാത്രമല്ല, മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഏത് ശൈലിയിലാണ് ഡാം നിർമ്മിക്കേണ്ടതെന്നാണ് രണ്ടാമത്തെ ചോദ്യം. എവിടെയാണ് നിർമ്മിക്കേണ്ടത്, എന്തായിരിക്കണം നിർമ്മാണത്തിൽ ഉപയോഗിക്കേണ്ട മെറ്റീരിയൽസ്, അതിന്റെ ഘടന എന്തായിരിക്കണം, അങ്ങനെയൊക്കെ ആലോചിച്ചപ്പോഴാണ് രസകരമായ ഒരു നിർമ്മാണ പദ്ധതി ഇതിന്റെ സംഘാടകരുടെ മനസ്സിലേക്ക് വന്നത്. ആദ്യത്തെ ഡാം പൊളിച്ചു കളയാതെ ഒരു പുതിയ ഡാം നിർമ്മിക്കുക. മുല്ലപ്പെരിയാറിൽ നമുക്ക് ഭംഗിയായി ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അതേ സംഭവമാണ് ഇവിടെ ജമീസൽ ഡാമിന്റെ ഭാഗത്തും അവരെടുത്തത്. ഒരു പുതിയ ഡാം നിർമ്മിക്കുക. പഴയ ഡാമിന് തൊടുന്നതേയില്ല. പുതിയ ഡാം
പഴയ ഡാമിൽ നിന്ന് കുറച്ചു പുറകോട്ട് മാറി അതേ മലനിരകളെ കണക്ട് ചെയ്തുകൊണ്ട് അതേ ശൈലിയിൽ ആർച്ച് ആകൃതിയിലാണ് നിർമ്മിക്കാൻ തീരുമാനിച്ചു. ഈ മലകളെ തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഈ ആർച്ച് ഡാമിന്റെ തൊട്ടു മുന്നിലായി മറ്റൊരു ഡാം കെട്ടുക, അതാണ് ലക്ഷ്യം. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതേ ആർച്ച് ശൈലിയിലായിരിക്കും പിന്നീട് ഡാം കെട്ടുക. പക്ഷെ അന്ന് ഉപയോഗിച്ച ടെക്നോളജിയേക്കാൾ കുറെ കൂടി മെച്ചപ്പെട്ട ടെക്നോളജിയാണ് ഉപയോഗിക്കുന്നത്. ടെക്നോളജി എന്ന് പറയുമ്പോൾ ഇതുപോലുള്ള കൂറ്റൻ ക്രെയിനുകൾ വേണം. ആ ക്രെയിനുകൾ ശരിക്കും നഗരത്തിൽ നിന്ന് അവിടേക്ക് എത്തിച്ചത് ഒരു വല്ലാത്ത രംഗം തന്നെയായിരുന്നു. അനവധി ട്രക്കുകളിലായിട്ട് പാർട്ടായിട്ടാണ് അവിടെ ആ ക്രെയിൻ കൊണ്ടുവരുന്നത്. ശരിക്കും വേണമെന്ന് വിചാരിച്ചാൽ എന്തും ചെയ്യാൻ കഴിയും എന്നുള്ളതിന്റെ നല്ലൊരു ദൃഷ്ടാന്തമായിരുന്നു ആ ക്രെയിനിന്റെ വരവെന്ന് പറയുന്നു. അപ്പോ തീരുമാനിച്ചു, രണ്ട് മലകളെ തമ്മിൽ കണക്ട് ചെയ്ത് മറ്റേ ഡാമിന് സമാന്തരമായിട്ട് ഒരു ആർച്ച് ഡാം നിർമ്മിക്കണം. നിർമ്മിക്കുന്നത് എല്ലാ വർഷവും മെയ് മാസത്തിനും അതുപോലെ ഒക്ടോബറിന് ഇടയിലാകും. ആ 6 മാസമേ അവിടെ എന്തെങ്കിലും പണി നടക്കത്തുള്ളൂ. പക്ഷെ ആ 6 മാസവും അവര് 24/7 എന്ന ശൈലിയിൽ വർക്ക് ചെയ്യാനുള്ള തീരുമാനമായി. 3 ഷിഫ്റ്റ്, അതിനനുസരിച്ചുള്ള ജീവനക്കാർ, അതിനനുസരിച്ചുള്ള മെറ്റീരിയൽസ്, അത് ഉപയോഗിച്ചിട്ടാണ് ഡാമിന്റെ നിർമ്മാണം തുടങ്ങുന്നത്. ഡാമിന്റെ നിർമ്മാണം തുടങ്ങിയത് 2018 അടുപ്പിച്ചാണ്. 2018 എല്ലാ നിർമ്മാണ സാമഗ്രികളും അവിടേക്ക് എത്തിച്ചു. 2019 നിർമ്മാണം ആരംഭിച്ചത്. ഈ നിർമ്മാണം കാണാൻ തന്നെ ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും ആളുകൾ അങ്ങോട്ട് ഒഴുകി വരുന്നുണ്ട്. ശരിക്കും ഒരു ഡാം നിലനിൽക്കുമ്പോൾ ആ ഡാമിന്റെ തൊട്ടു മുന്നിൽ അതേ ശൈലിയിൽ മറ്റൊരു ഡാം കെട്ടുക എന്നുള്ളത് കേട്ടുകേൾവിയില്ലാത്ത ഒരു കാര്യമാണ്. അത് കാണാൻ വേണ്ടി ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും സന്ദർശകർ അങ്ങോട്ട് ഒഴുകുകയാണ്. സന്ദർശകർ ഈ ഡാം നിർമ്മിക്കുന്നത് കാണാൻ വേണ്ടി മാത്രമല്ല ഒഴുകി വരുന്നത്, നേരത്തെയും അവരവിടെ വരും. ജമീസൽ തടാകത്തിൽ നേരത്തെ തന്നെ ഒരുക്കിയിട്ടുള്ള ആ റിക്രിയേഷൻ ആക്ടിവിറ്റീസ് ഒക്കെ അങ്ങനെ തന്നെ തുടരുകയാണ്. തടാകത്തിന്റെ മുകളിലൂടെയുള്ള കാറുകളിലൂടെയുള്ള യാത്ര, തടാകത്തിലുള്ള ബോട്ട് സവാരി എന്ന് വേണ്ട എല്ലാ തരത്തിലുള്ള ആക്ടിവിറ്റീസും അതുപോലെ തുടരുമ്പോൾ അതേപോലെ തുടരുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്, വൈദ്യുത ഉൽപാദനം. സ്വിറ്റ്സർലൻഡിലെ ഏതാണ്ട് ഒരു നല്ല ഭാഗത്തിന് വൈദ്യുതി സപ്ലൈ ചെയ്യുന്നത് ഈ ജമീസിൽ നിന്നുള്ള ഹൈഡ്രോ ഇലക്ട്രിക് പവറാണ്. അതിന് ഒരു തടസ്സവും വരാതെ ആ ആക്ടിവിറ്റീസ് അങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. മുകളിലത്തെ തടാകത്തിൽ നിന്ന് താഴെ ജനറേറ്ററിലേക്ക് വരുന്ന വെള്ളം വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചതിന് ശേഷം വീണ്ടും പമ്പ് ചെയ്ത് തടാകത്തിലേക്ക് റീസൈക്കിൾ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇതേ സമയത്ത് താഴെ ആ 2 മലകളെ കണക്ട് ചെയ്തുകൊണ്ട് ഡാം നിർമ്മിച്ചു തുടങ്ങി. ശരിക്കും ഈ നിർമ്മാണം ഒരു രസകരമായ സംഭവം തന്നെയാണ്. 114 മീറ്റർ പൊക്കത്തിലാണ് നേരത്തെ ഡാം നിർമ്മിച്ചിരുന്നത്. അതേ പൊക്കം തന്നെയാണ് പുതിയ ഡാമിനുള്ളത്. പക്ഷെ പുതിയ ഡാമിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. വേണമെങ്കിൽ ഇനിയും പൊക്കം കൂട്ടാം. അങ്ങനെ കൂട്ടിയാലുള്ള ഗുണം കൂടുതൽ ഏരിയ കവർ ചെയ്യാൻ പറ്റും. കൂടുതൽ ഏരിയ കവർ ചെയ്യാന്ന് പറഞ്ഞാൽ കൂടുതൽ വെള്ളം അവിടെ സംഭരിക്കാൻ പറ്റുമെന്നാണ്. അങ്ങനെ വെള്ളം സംഭരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ തടാകത്തിന്റെ വലിപ്പം വർദ്ധിക്കും, ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന വൈദ്യുതിയുടെ അളവ് വർദ്ധിക്കും. എന്ന് പറഞ്ഞാൽ മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം നിർമ്മിക്കുന്നത് വഴി തമിഴ്നാടിന് ഇപ്പൊ ലഭിച്ചുകൊണ്ടിരിക്കുന്നതിനേക്കാൾ കൂടുതൽ വെള്ളവും വൈദ്യുതി ലഭിക്കുമെന്നാണ്. അതിനെക്കുറിച്ച് തമിഴ്നാടിന് ആലോചിക്കാൻ ഈ ഡാം പോയി ഒന്ന് കാണുന്നത് നന്നായിരിക്കും. ഇവിടെ ഡാമിന്റെ നിർമ്മാണം തുടങ്ങിയപ്പോൾ സ്വാഭാവികമായിട്ടും തടസ്സങ്ങൾ ഒരുപാടുണ്ടായി. ഈ പുതിയ ഡാമിനും പഴയ ഡാമിനും ഇടയിൽ ഒരു സ്പേസ് ഉണ്ട്. ഡാം പൂർത്തീകരിക്കപ്പെടുന്നതോടുകൂടി പഴയ ഡാമിൽ നിന്ന് ഒരു ടണൽ വഴി വെള്ളം ആ സ്ഥലത്തേക്ക് ഫില്ല് ചെയ്യപ്പെടും. സാവധാനം പഴയ ഡാമും പൂർണ്ണമായും വെള്ളത്തിനകത്ത് മുങ്ങുകയും ചെയ്യും. എന്നാൽ അതേ സമയത്ത് ആ ഡാമിനെ അതുപോലെ തന്നെ സംരക്ഷിച്ച് നിർത്താനുള്ള ഒരു പദ്ധതി കൂടി അവർ ആവിഷ്കരിച്ചിട്ടുണ്ട്. പഴയ ഡാം പൊളിക്കാതെ തന്നെ ആ പഴയ ഡാമിനെ അങ്ങനെ തന്നെ നിലനിർത്തി അതൊരു ടൂറിസ്റ്റ് അട്രാക്ഷനാക്കി മാറ്റാനുള്ള ഒരു പരിപാടിയിലേക്കാണ് സർക്കാർ കടന്നിരിക്കുന്നത്. നമുക്കും മുല്ലപ്പെരിയാറിൽ ആലോചിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണത്. ഈ വെള്ളം തട്ടി നിൽക്കുന്നതാണ് പഴയ ഡാം. ഈ പഴയ ഡാമിനും പുതിയ ഡാമിനും ഇടയിൽ ശരിക്കും ഒരു ഗ്യാപ്പ് ഉണ്ട്. ഈ ഗ്യാപ്പിനകത്തേക്ക് വെള്ളം ഫില്ല് ചെയ്യുമ്പോൾ സാവധാനം ഈ ഡാം പൂർണ്ണമായും ഈ പുതിയ ഡാമിന് അകത്തായി മാറും. അപ്പോഴും ഈ പഴയ ഡാമിന്റെ ഭിത്തി കാണാൻ കഴിയുന്ന ശൈലിയിൽ ഒരു സംവിധാനം ഉണ്ടാക്കുമെന്നാണ് സർക്കാർ പറയുന്നത്. കാരണം ഈ ഡാം കാണാൻ വേണ്ടി മാത്രം ആളുകൾ എത്താൻ സാധ്യതയുണ്ട്. ടൂറിസ്റ്റുകളെ അട്രാക്ട് ചെയ്യാൻ കഴിയുന്ന ഒരു സംഭവമാണല്ലോ ഇത്. ഇവിടെ നോക്കുക, ഈ പുതിയ ഡാമിന് ഇവിടെ ഒരു കർവുണ്ട്, അകത്തൊരു കർവുണ്ട്. 2 കർവുകൾക്ക് അകത്തായിട്ട് ശരിക്കും വാഹനങ്ങൾ കടന്നു പോകാൻ കഴിയുന്ന ശൈലിയിൽ വീതിയിലാണ് പുതിയ ഡാം കെട്ടുന്നത്. പഴയ ഡാമിനെ സംബന്ധിച്ചിടത്തോളം അടിഭാഗത്ത് വീതി കൂടുതലും മുകളിലേക്ക് വരുമ്പോൾ ശരിക്കും വീതി കുറഞ്ഞ് നേർത്തു വരികയാണ്. കർവായിട്ട് തന്നെ അത് നിൽക്കും. പുതിയ ഡാമിലും താഴ്ന്ന് മുകളിലേക്ക് വരുമ്പോൾ ആ ഒരു കർവ് ഉണ്ടെങ്കിലും മുകളിലും നല്ല വീതിയിലാണ് ചെയ്തിരിക്കുന്നത്. വാഹനങ്ങൾ ആ ഡാമിന് മുകളിൽ കൂടി യാത്ര ചെയ്യാൻ കഴിയുന്ന ശൈലിയിൽ നമ്മൾ തെന്മലയൊക്കെ കാണും പോലെയാണ് അവിടെ ചെയ്തിരിക്കുന്നത്. ഈ ജമീസൽ മേഖലയിലെ പുതിയ ഡാമിന്റെ നിർമ്മാണവും ആ ജമീസൽ തടാകവും അവിടുത്തെ വൈദ്യുത ഉൽപാദനവും അവിടുത്തെ റിക്രിയേഷൻ ആക്ടിവിറ്റീസും ഒക്കെ ശരിക്കും ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ ഉണ്ടാക്കുന്ന സംഭവങ്ങൾ തന്നെയാണ്. അതേ ടൂറിസ്റ്റ് അട്രാക്ഷൻ നമുക്ക് മുല്ലപ്പെരിയാറിലും ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ.
അവിടെ ഒരു പുതിയ ഡാം നിർമ്മിച്ചാൽ നമ്മുടെ പ്രശ്നവും തീരും, തമിഴ്നാടിന്റെ പ്രശ്നവും തീരും. സ്വിറ്റ്സർലൻഡുകാർ മുല്ലപ്പെരിയാർ ഡാമിന്റെ പ്രശ്നം എങ്ങനെ പരിഹരിച്ചു എന്നുള്ളത് നിങ്ങളോട് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ഞാനിവിടെ അവതരിപ്പിച്ചത്. കമന്റുകൾ ചെയ്ത് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.